കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഉലകത്തിൽ അങ്ങോളം ഇങ്ങോളം യുദ്ധത്തിന്റെ ശ്രുതികളും യുദ്ധങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് 1 വർഷത്തിലേറെയായി. ഇസ്രായേലും ഹമാസുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയിട്ടും മാസങ്ങളായി. ഇതുവരെ ഈ രണ്ടിടങ്ങളിലും പറയത്തക്ക നിലയിൽ ഒരു ശമനം ഉണ്ടായിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിലും ഒരു തൽക്കാല ക്രമീകരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. യുദ്ധം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. ഇപ്പോൾ ഇതേ ഹൂതികൾക്ക് പിന്നാലെ ഇസ്രായേലിനെ ആക്രമിക്കുവാൻ വേണ്ടി ഇറാനും കൂടി മുൻപിലേക്ക് വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വാസ്തവത്തിൽ ഈ ഭൂമിയിൽ ഇനി നടക്കാനിരിക്കുന്ന യുദ്ധം എങ്ങനെയാണ് എന്നും ആ യുദ്ധത്തിന് ഏതൊക്കെ കക്ഷികൾ ഒരുമിച്ചാണ് നിൽക്കേണ്ടത് എന്നതിനെക്കുറിച്ചും ഇന്നേക്ക് 2500ഓളം കൊല്ലങ്ങൾക്ക് പുറകിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ പരാമർശമുണ്ട്. ചുമ്മാ പരാമർശമല്ല, വ്യക്തമായി ഓരോ രാജ്യങ്ങളുടെയും പേര് പറഞ്ഞ് ഇന്നിന്ന രാജ്യങ്ങൾ ഇന്ന പക്ഷത്ത് നിൽക്കണമെന്നും മറ്റു ചില രാജ്യങ്ങൾ മറുപക്ഷത്ത് നിൽക്കണമെന്നും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടത്, അക്കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന രാജ്യങ്ങൾ ഡെവലപ്പായിട്ടില്ല എന്നുള്ളതും പ്രാധാന്യമാണ്. സോവിയറ്റ് യൂണിയൻ പോലും ഉണ്ടാകുന്നതിന് മുമ്പാണ് റോഷിനോട് നീ വടക്കു നിന്ന് വരണമെന്നും നീ ദൈവമില്ല എന്ന് പ്രചരിപ്പിക്കുന്ന രാജ്യമാണ് എന്നും അതുകൊണ്ട് നിനക്ക് ദൈവം ആര് എന്ന് പഠിപ്പിച്ചു തരുമെന്നും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് ആ പ്രവചനം ഇങ്ങനെ നീണ്ടുപോവുകയാണ്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിലെ ഇതിവൃത്തം മുഴുവൻ യേശുക്രിസ്തുവിനോട് ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാതി എന്ന നിലയിൽ ഇസ്രായേൽ എന്ന നേഷനാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ വളരെ പരമപ്രധാനമായ ജാതി എന്ന് പറയുന്നത്. കാരണം അത് ദൈവം തിരഞ്ഞെടുത്ത ജാതി എന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ അവസാനത്തെ യുദ്ധത്തിൽ ദാനിയേൽ പ്രവചനത്തിൽ ഒരു 70 ആഴ്ചവട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ 70 ആഴ്ചവട്ടത്തിൽ 70-ാം ആഴ്ചവട്ടമായ ഏറ്റവും ഒടുവിലത്തെ ആഴ്ചവട്ടമാണ് ഇനി സംഭവിക്കാനിരിക്കുന്ന ഒരു യുദ്ധം. അത് ലോകമഹായുദ്ധമായിരിക്കും. കഴിഞ്ഞ ദിവസം UN ഇടപെട്ടിട്ട് ഇറാന്റെയും ഇസ്രായേലിന്റെയും പ്രശ്നം പരിഹരിക്കാൻ വരുമ്പോൾ ഇനിയൊരു യുദ്ധം താങ്ങാനുള്ള ശേഷി ലോകരാജ്യങ്ങൾക്കില്ല, അതുകൊണ്ട് സംയമനം പാലിക്കണം എന്ന നിർദ്ദേശമാണ് മുൻപിലേക്ക് വച്ചിരിക്കുന്നത്. അത് വളരെ സത്യമാണ്. ഇനിയൊരു യുദ്ധം വന്നാൽ അതിനെ താങ്ങുവാനുള്ള കെൽപ്പ് ലോകരാജ്യങ്ങൾക്ക് ഉണ്ടാവില്ല. എന്നിട്ടും UN-ന്റെ നിയന്ത്രണത്തിൽ തന്നെ ലോകരാഷ്ട്രങ്ങൾ യുദ്ധക്കോപ്പുകൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ഗൗരവമായി തന്നെ നമ്മൾ കാണണം. ഏറ്റവും വലിയ ആണവ ശേഷിയുള്ള രാജ്യമായി അമേരിക്ക നിൽക്കുമ്പോൾ തൊട്ടടുത്ത് ഇസ്രായേലും റഷ്യയും ഒക്കെ നിൽക്കുകയാണ്. ഇറാനും ആണവ ആയുധങ്ങൾ ഉണ്ട് എന്നുള്ളതും, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായപ്പോൾ തിരിച്ച് ഇസ്രായേൽ ആക്രമിച്ചാൽ ഒരു വലിയ നഷ്ടം നമ്മുടെ ലോകത്തിന് സംഭവിക്കുമെന്നുമുള്ള ബോധ്യമാണ് രാജ്യങ്ങളെ വ്യത്യസ്ത വീക്ഷണത്തിൽ നിർത്തിയിരിക്കുന്നതായി നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൽ എനിക്ക് പ്രധാനമായി പറയുവാനുള്ളത്, ഇനി വരാനിരിക്കുന്ന മഹായുദ്ധത്തിൽ പ്രധാനപ്പെട്ട കക്ഷി ഇസ്രായേൽ തന്നെയാണ്. പെട്ടെന്നുണ്ടാകുന്ന കാരണത്തിന് തിരികൊളുത്തേണ്ടുന്നതും ഇതിന്റെ പ്രധാനപ്പെട്ട വരാനിരിക്കുന്ന യുദ്ധത്തിന്റെ പ്രധാന കക്ഷിയായി നിലനിൽക്കേണ്ടതും ഒക്കെ ഇസ്രായേൽ തന്നെയാണ്. ഇസ്രായേലിനെ പിന്തുണയ്ക്കുവാൻ ഷെബാ, ദദാൻ, തർസീസ് വർത്തകന്മാർ നിൽക്കുമെന്ന് യെഹെസ്കേൽ പ്രവചനം 38-ാം അധ്യായം പറയുന്നു. അത് തെക്കുവടക്ക് അമേരിക്കയും ബ്രിട്ടനും അവന്റെ സഖ്യകക്ഷികളുമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഇറാന്റെ ആക്രമണത്തിൽ അമേരിക്കയുടെ ആദ്യത്തെ സംഭാഷണം ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത് യുദ്ധം ചെയ്യരുത് എന്നാണ്. അപ്പോൾ തന്നെ അമേരിക്കയിലെ 2 ഗ്രൂപ്പിനകത്തും കൃത്യമായ ചർച്ചകൾ ഉണ്ടായി. എന്തുകൊണ്ട് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യണ്ട എന്ന് ജോ ബൈഡൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അവരിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായി. ആ യുദ്ധത്തിനും ചെറുത്തുനിൽപ്പിനും അമേരിക്കയുടെ സപ്പോർട്ട് ഉണ്ടാകണം. അതിനേക്കാൾ എന്നെ രസകരമായി ചിന്തിപ്പിച്ച കാര്യം, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ തന്നെയായിരിക്കുന്ന സൗദി അറേബ്യയും UAE ഒക്കെ ഇറാൻ യുദ്ധത്തിലേക്ക്
ഇറങ്ങിച്ചാടുമ്പോൾ, അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ മിണ്ടാതെ നിന്ന് കാണുകയും ഇസ്രായേൽ തിരിച്ചടിക്കുന്ന കാര്യം അവർ പ്രതീക്ഷിക്കുകയും ചെയ്തു. പക്ഷേ അങ്ങനെ യുദ്ധം ചെയ്താൽ ഞങ്ങൾ പിന്തുണയ്ക്കില്ല എന്ന് അമേരിക്ക പറയുമ്പോൾ ഈ പറഞ്ഞ സൗദി അറേബ്യയും UAE ഒക്കെ അമേരിക്കയോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ അത്തരത്തിലൊരു ആവശ്യം വെച്ചത്? ഇറാൻ ചുറ്റുമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് പോലും ഒരു തലവേദനയാണ്. അപ്പോൾ അവനെ തിരിച്ചടിക്കുകയും അവനെ നിരായുധീകരിക്കുകയും അവനെ അണ്ടർ കൺട്രോളിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടെന്ന് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ അനുവദിക്കണമെന്നാണ്. അങ്ങനെ സൗദി അറേബ്യയുടെയും UAE-യുടെയും അമേരിക്കയിൽ തന്നെയുള്ള 2 ഗ്രൂപ്പുകളുടെയും സമ്മർദ്ദം കൊണ്ട് ജോ ബൈഡൻ അടുത്ത് പറഞ്ഞു, ഇസ്രായേലിനെ പ്രതിരോധിക്കാം, ഇസ്രായേലിനെ അടിക്കാം, ഞങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഉലകത്തിൽ മുഴുവൻ മെനകേടുണ്ടാക്കി വെക്കുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു മതം, ഒരു ഫിലോസഫി, അത് ഇസ്ലാം തന്നെയാണ്. ഇസ്ലാമിന്റെ ഉദയം തന്നെ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുക, ദെൻ അതിനോട് ചേർന്ന് നിൽക്കുന്ന ദൈവമക്കളെ മുഴുവൻ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ തത്വസംഹിത തന്നെ. പക്ഷെ അതിലൊരു രസം പിന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമും തമ്മിലൊക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ സൗദി അറേബ്യയും UAE-യും ഒക്കെ ഇറാനെതിരെ സംസാരിക്കാൻ തുടങ്ങുന്നത്. അവിടെ സുന്നി ഷിയ വിഷയം ഉയർന്നു വരികയാണ്. പിശാചിനോട് കർത്താവ് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, നീ ഭൂതലത്തെ മരുഭൂമി പോലെയാക്കി, അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളഞ്ഞു, അതിലെ ജനങ്ങൾക്ക് നീ സമാധാനം കൊടുത്തില്ല, നിന്നെ നിന്ദ്യമായൊരു ചുള്ളി പോലെ എറിഞ്ഞു കളയുന്ന ഒരു കാലം വരും എന്ന് ബൈബിൾ പരാമർശിക്കുകയാണ്. ആ പിശാചിന്റെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്ന ദൈവവുമായി ബന്ധമില്ലാത്ത ഫിലോസഫികളാണ് ഇന്ന് സമൂഹത്തിൽ ഉയർന്നു വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടയാളാണ് ഇറാൻ എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിക്കുക, വരാനിരിക്കുന്ന യുദ്ധത്തിൽ വരേണ്ടുന്ന പ്രധാന കക്ഷികളായി യെഹെസ്കേൽ 38-39 അധ്യായങ്ങളിൽ പരാമർശിക്കുന്നത് 1 റോസ് മേശക് തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗ്, ദാറ്റ് മീൻസ് ദ കംപ്ലീറ്റ് റഷ്യ. അവരുടെ ഫിലോസഫി ദൈവം ഇല്ല എന്നുള്ളതാണ്. റഷ്യയോട് പറയുകയാണ്, യു ഹാവ് ടു ബി ദ ചീഫ്, നീ അതിന്റെ മുഖ്യനായിരിക്കണം, നീ ഫ്രണ്ട് നിൽക്കണം. അവന്റെ കൂടെ നിൽക്കേണ്ടുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രം പേർഷ്യയാണ്, എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന ഇറാനാണ്. അപ്പൊ നമ്മളിപ്പോൾ യുദ്ധത്തിന്റെ പുരോഗമനത്തിലേക്ക് പോകുമ്പോൾ കാണുന്നത് 2 ഗ്രൂപ്പിനെ കണ്ടു കഴിഞ്ഞു. നമ്പർ 1, റഷ്യ അവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞു. നമുക്കറിയാം റഷ്യ അടിച്ചുകൊണ്ടിരിക്കുന്നത് സെലൻസ്കിക്കെതിരെയാണ്. അയാൾ യഹൂദനാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ഇത് പരിശോധിച്ചാൽ ദൈവമില്ലെന്ന് പറയുന്ന രാഷ്ട്രമായ റഷ്യ സെലൻസ്കിക്കെതിരെ അടി തുടങ്ങിയിരിക്കുന്നു. ഇസ്രായേലിന്റെ ഹബിനകത്ത് തന്നെ അടി ആരംഭിച്ചിരിക്കുന്നു. അപ്പൊ തന്നെ ചുറ്റുമുള്ള മറ്റു തര ജാതികളും അടിക്കാൻ വേണ്ടി എഴുന്നേറ്റിരിക്കുന്നു. ഇതിന്റെ മെയിൻ പോയിന്റ് ആയിട്ട് വരേണ്ടുന്ന പേർഷ്യയും എഴുന്നേറ്റിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇറാൻ റഷ്യയോടും ചൈനയോടും ആയുധം തരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ യുദ്ധം ആരംഭിക്കാൻ പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ശരിക്കും നമ്മുടെ ഭൂപടത്തിന്റെ വടക്ക് കിഴക്ക് നിന്ന് റഷ്യയും ഇസ്രായേലിന്റെ ശരിക്കും കിഴക്ക് നിന്ന് ഇറാനും എഴുന്നേറ്റിരിക്കുന്നു. ഇനി വരേണ്ടത് 2 സൈഡിൽ നിന്നാണ്. ഒന്ന് തെക്ക് പടിഞ്ഞാറ് നിന്നാണ്, എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിൽ നിന്നാണ്. അവിടുത്തെ പ്രധാനമായി ഇറങ്ങി വരാനുള്ള രാജ്യങ്ങൾ ലിബിയയും എത്യോപ്യയുമാണ്. അടുത്തു വരാനുള്ളത് വടക്കു പടിഞ്ഞാറാണ്. തെക്കു പടിഞ്ഞാറ് നിന്ന് ലിബിയയും എത്യോപ്യയും വരണം. വടക്കു പടിഞ്ഞാറ് നിന്ന് തോഗർമ അല്ലെങ്കിൽ ജർമ്മനിയാണ് പറഞ്ഞു വച്ചിരിക്കുന്ന, പ്രവചനത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്ന രാഷ്ട്രം. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ഭൂപടത്തിന്റെ വലതുഭാഗത്തുള്ള രാഷ്ട്രങ്ങൾ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇടതുഭാഗത്ത് നിന്ന് 2 ഇടങ്ങളിൽ നിന്ന് മാത്രമേ ഇസ്രായേലിനെതിരെ രാഷ്ട്രങ്ങൾ എഴുന്നേൽക്കേണ്ടതായിട്ടുള്ളൂ. അത് എഴുന്നേൽക്കാൻ നിമിഷങ്ങൾ മതിയാകും. അപ്പോൾ ദൈവമക്കൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് വളരെ ഗൗരവമാർന്ന കാര്യം, ലോകം അതിന്റെ അവസാനത്തിലേക്ക് എത്താൻ പോകുന്നതിന് മുന്നോടിയായി, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ വരവിന് ശേഷം നടക്കാനിരിക്കുന്ന ലോക മഹായുദ്ധത്തിന്റെ റിഹേഴ്സലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇറാൻ പ്രസിഡന്റ് പണ്ട് ഹസൻ റുഹാനി ആയിരുന്ന കാലത്ത്
പത്രമാധ്യമങ്ങളിൽ നിരന്തരം വരുമായിരുന്നു ഇസ്രായേലിന്റെ കഥ കഴിയാറായി. ഇസ്രായേലിന്റെ കഥ കഴിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു എങ്കിലും അവർക്കിടയിൽ മറ്റു തര വിഷയങ്ങളുടെ നേതൃത്വത്തിലുള്ള ഭിന്നതയുണ്ട്. അത് കേരളത്തിൽ പോലും നമ്മൾ നോക്കിയാൽ മനസ്സിലാകും, അവർക്കിടയിൽ ഭിന്നതയുണ്ട്. അത് ആ ഭാഗം ഇവിടെ നിൽക്കട്ടെ, നമുക്ക് അതൊന്നും ഇപ്പോൾ തൽക്കാലം പഠിക്കണ്ട. അപ്പോൾ ഇറാന്റെ കഥ കഴിയാറായോ എന്ന ചോദ്യം മുന്നിലേക്ക് വരുമ്പോൾ, ആദ്യ റൗണ്ടിൽ മാത്രം എന്ന് പറഞ്ഞാൽ ഇന്ന് യേശുക്രിസ്തു വന്നാൽ അടുത്ത് വരുന്ന 7 കൊല്ലമാണ് ഇവിടെ യുദ്ധം നടക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ റൗണ്ടിൽ മാത്രമേ ഇസ്രായേലിന് വിജയമുണ്ടാകൂ. എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന അലക്സ പള്ളി പൊളിക്കണം, അവിടെ ദൈവാലയം പണിയണം. പിന്നെ ആദ്യത്തെ 3.5 കൊല്ലം, 7 കൊല്ലത്തിന്റെ ആദ്യത്തെ 3.5 കൊല്ലം, 42 മാസം, ഒരു കാലം ഇരുകാലം അരക്കാലം എന്ന് പറയുന്ന 3.5 കൊല്ലം, ഈ ഫസ്റ്റ് ഹാഫ് മാത്രമേ ഇസ്രായേലിന് വിജയമുണ്ടാകൂ. സെക്കൻഡ് ഹാഫ് അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള സകല രാഷ്ട്രങ്ങളും മറ്റ് കക്ഷികളോടുകൂടി ഒരുമിക്കുകയും ഇസ്രായേൽ ഒറ്റപ്പെടുകയും ചെയ്യും. അങ്ങനെ സെക്കൻഡ് ഹാഫ് ഇസ്രായേലിന് ദേശം വിട്ടോടേണ്ടി വരുന്ന ഒരു സാഹചര്യം നിശ്ചയമായും സംജാതമാകും. അതിനുശേഷം മാത്രമേ ഇറാന്റെ ഒക്കെ നാശം ഉണ്ടാകൂ. അതുകൊണ്ട് ഇപ്പോൾ ഈ ഇറാന്റെ കഥ കഴിയാറായി എന്ന് ഞാൻ തമ്പനയിൽ കൊടുത്തു എങ്കിലും ഇറാന്റെ കഥ ഇന്നോ നാളെയോ കഴിയില്ല. കുറഞ്ഞ പക്ഷം ഒരു 7 കൊല്ലം നീണ്ടു നിൽക്കും. ആ 7 കൊല്ലം ലോകം ഭരിക്കുന്നത് ഇസ്ലാമിക നേതൃത്വത്തിലുള്ള ഒരു ഭരണാധികാരിയായിരിക്കും. അയാൾ സിറിയയിൽ തയ്യാറായിട്ടുണ്ട് എന്ന് ഇസ്ലാമിക സഹോദരന്മാർ അവകാശപ്പെടുന്നുണ്ട്. ഏതായാലും ബൈബിൾ അയാളെ വിളിക്കുന്നത് എതിർ ക്രിസ്തു എന്നാണ്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം ബൈബിളിനെ തിരുത്തി എഴുതി ഉണ്ടാക്കിയ ഗ്രന്ഥമാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ വരുന്നയാള് ഒരു നല്ലയാളാണെന്നൊരു തെറ്റിദ്ധാരണ അവർക്കുണ്ടാവുകയും അത് അൽ മഹദിയാണെന്ന് അവർ വ്യാഖ്യാനിക്കുകയും 13-ാം അധ്യായത്തിൽ മറ്റൊരാളാണ് വരുന്നതെന്ന് അവർ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു. അത് ദജ്ജാലാണെന്ന് പറഞ്ഞവർ വിശദീകരിക്കുകയും ചെയ്യുന്നു. 19-ൽ അവർ യേശുക്രിസ്തുവിനെ ഈസാ നബിയായിട്ട് തന്നെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അവർക്ക് മിസ്സിംഗ് പറ്റിയിട്ടുണ്ട്. ദൈവം അത് വളരെ കരുതലോടുകൂടി തന്നെയാണ് മറ്റാരും എടുത്ത് തെറ്റിച്ച് വ്യാഖ്യാനിച്ച് കളയാതിരിക്കാൻ വെളിപ്പാടിനെ ഒരു സിംബോളിക് ലാംഗ്വേജിൽ കൊടുത്തിരിക്കുന്നത്. വാസ്തവത്തിൽ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ എത്തുന്നയാൾ എതിർ ക്രിസ്തുവാണ്. 13-ാം അധ്യായത്തിൽ അയാളുടെ കളർ മാറുന്നതേ ഉള്ളൂ. 19-ാം അധ്യായത്തിൽ അയാളെ കൊല്ലാൻ വേണ്ടി വരുന്ന, അയാളെ നശിപ്പിക്കുവാൻ വരുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ലോകം ഭരിക്കാൻ വേണ്ടി വരുന്ന അൽ മഹദി അല്ലെങ്കിൽ ദജ്ജാൽ, വളരെ ശ്രദ്ധിക്കുക. ഇസ്ലാം പറയുമ്പോൾ ഇത് രണ്ടും 2 വ്യക്തിയായിട്ടാണ് പറയുന്നത്. വാസ്തവത്തിൽ ഇത് രണ്ടും ഒരാളാണ്, അവർക്ക് പറ്റിയ മിസ്റ്റേക്കാണ്. അതുകൊണ്ട് അൽ മഹദി അല്ലെങ്കിൽ ദജ്ജാൽ മറ്റൊരു പദത്തിൽ ഉപയോഗിച്ചാൽ ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു, 7 കൊല്ലത്തെ ഭരണത്തിന് വേണ്ടി എത്തും. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഈസാ നബിയും ആന്റി ക്രൈസ്റ്റ് ആണ്. മനസ്സിലാക്കണം. ഇസ്ലാം യേശുക്രിസ്തു ആണെന്ന തെറ്റിദ്ധാരണ പടർത്തിക്കൊണ്ട് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഈസാ നബിയും ആന്റി ക്രൈസ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെതിരെ നിൽക്കുന്നയാളാണ്. എന്ന് വെച്ചാൽ ഒറിജിനൽ നോട്ട് പോലെ അടിച്ചിറക്കിയാൽ പോലും അത് റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിൽ അടിച്ചിട്ടില്ലെങ്കിൽ അത് വ്യാജ നോട്ടാണ്. അത് ഒറിജിനൽ നോട്ടിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ യേശുക്രിസ്തുവിനെ പോലെ തോന്നിക്കുന്ന മറ്റൊരു പ്രവാചകൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നിശ്ചയമായും വ്യാജനാണ്. അതിന്റെ തെളിവുകൾ ഒരുപാടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും കടക്കുന്നില്ല. 1-2 വാക്കുകളിൽ പറഞ്ഞാൽ ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന്റെ ഉദ്ദേശം മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈസാ നബി എസ്കേപ്പായി പോയ, മരണത്തിൽ നിന്ന് എസ്കേപ്പായി പോയ ഒരാളാണ്. അത് മാത്രം മതി. ഈസാ നബി ആന്റി ക്രൈസ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ. അതുകൊണ്ട് ഈസാ നബി ക്രൈസ്റ്റ് ആണെന്ന് ആരും തെറ്റിദ്ധരിച്ച് അയാൾ പറയുന്ന ഒരു പദങ്ങൾക്കും ചെവി കൊടുക്കേണ്ടതില്ല. അയാളെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഗ്രന്ഥം വിശുദ്ധ ഗ്രന്ഥമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ടതുമില്ല. വളരെ വ്യക്തമായി തിരിച്ചറിയുക, ഈ ലോകം താമസിയാതെ ഏക ഭരണാധികാരിയുടെ കാൽക്കലേക്ക് പോകും, ഭരണത്തിൻ കീഴിലേക്ക് പോകും. ഉലകത്തിലെ സകല സാമ്രാജ്യങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഭരണാധികാരിയെ കൊണ്ടുവരും. വിശുദ്ധ ബൈബിൾ അതിനെ എതിർ ക്രിസ്തു എന്ന് പറയുന്നു. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ അയാൾ വെള്ളക്കുതിരപ്പുറത്ത് എല്ലാവർക്കും സമാധാനം തരുവാനെന്ന വ്യാജേന വരുന്നു. പിന്നീട് അയാളുടെ കളർ മാറി ചുമപ്പാകുന്നു, പിന്നീട് കറുപ്പാകുന്നു, പിന്നീട് മഞ്ഞയാകും.
പിന്നീട് നമ്മൾ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 7 തല 10 കൊമ്പ്, കൊമ്പുകളിൽ രാജമുടി, തലയിൽ ദൂഷണനാമമുള്ള ഒരു ഘോരമൃഗമായി അയാൾ വെളിപ്പെടുന്നു. അതെന്താണ് എന്നുള്ളതൊക്കെ പിന്നീട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഞാൻ സംസാരിക്കാം. ഒരു കാര്യം നമ്മൾ തിരിച്ചറിയുക, വരാനിരിക്കുന്ന ലോക മഹായുദ്ധത്തിനായി ഒരറ്റത്തുനിന്ന് പടയിളകിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ മാസമാണെങ്കിൽ എനിക്ക് പറയുവാനുള്ളത് റഷ്യ ഇളകിയത് മാത്രമാണ്. എന്നാൽ ഇപ്പോഴുള്ള അപ്ഡേറ്റ്സ് ഇറാനും കൂടി എഴുന്നേറ്റിരിക്കുന്നു. ചിലപ്പോൾ വരും ദിവസങ്ങളിൽ, നെക്സ്റ്റ് വീക്കിലോ നെക്സ്റ്റ് മന്തിലോ വളരെയധികം താമസിയാതെ വടക്ക് പടിഞ്ഞാറ് നിന്ന് തോഗർമ എഴുന്നേറ്റിരിക്കുന്നു എന്നും തെക്ക് പടിഞ്ഞാറ് നിന്ന് ലിബിയയും എത്യോപ്യയും എഴുന്നേറ്റിരിക്കുന്നു എന്നും പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഈ ലോകം അതിന്റെ ഫൈനൽ ഗ്രൗണ്ടിലേക്ക് കടക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ലോകത്തിലെ യുദ്ധത്തിന്റെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് കാര്യങ്ങൾ കടക്കുന്നതിന് തൊട്ടു മുമ്പ് തനിക്കായി കാത്തിരിക്കുന്ന തന്റെ മക്കളെ ചേർക്കുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുവാൻ പോവുകയാണ്. കാര്യങ്ങളുടെ ഗൗരവം കൃത്യമായി മനസ്സിലാക്കണം. തൽക്കാലം നടന്നു പോകുന്ന ചുമ്മാ യുദ്ധങ്ങളായി ഇവകളെ കരുതരുത്. ഇവകൾ വളരെ കണക്ക് കൂട്ടിയുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇവകളെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണെന്നും മനസ്സിലാക്കണം. അതുകൊണ്ട് ഇക്കാര്യങ്ങളുടെ വ്യക്തത മനസ്സിലാക്കി നാം സേഫ് സോണിൽ എത്തേണ്ടതുണ്ട്. ഈ ലോകം യുദ്ധത്തിലേക്ക് കടക്കുമ്പോൾ കർത്താവ് നമ്മെ യുദ്ധമില്ലാത്ത രാജ്യത്തേക്ക് കൊണ്ടുപോകുവാൻ പോവുകയാണ്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ആ യാത്രയ്ക്കായി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ലോകത്ത് യുദ്ധം നടക്കട്ടെ. യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ചഞ്ചലപ്പെടേണ്ട. അത് സംഭവിക്കേണ്ടത് തന്നെ അത് ഈറ്റുന്നവന്റെ ആരംഭമാണ്. നമ്മുടെ കർത്താവ് വരുവാൻ സമയമെടുത്തിരിക്കുന്നു. വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കി നിത്യതയ്ക്കൊരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.